അല്ല, ഇനി എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിങ്ങളോട്ടൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് പറയാനുള്ളതൊക്കെ എന്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ദിവസം കൃത്യമായിട്ട് കോടതിയിലെത്തുക, ബന്ധം വേർപെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതായിരിക്കും മോന് നല്ലത്. ഭീഷണിപ്പെടുത്തുക? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ മനുഷ്യ? ഇവനും ഇവന്റെ വീട്ടുകാരും കൂടെ ചേർന്ന് നമ്മളെ, നമ്മുടെ മോളെ ഇവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്നിട്ടും നമ്മുടെ പെങ്കൊച്ചിന്റെ ഭാവി ഓർത്തിട്ടാ വേറൊരു വഴക്കിനും വക്കാണത്തിനും ചെല്ലാത്തത്. എങ്ങനെ? നിങ്ങൾ അടങ്ങി തിരിച്ചു പോയെന്നോ? എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ മറന്നിട്ടില്ല. മോനെ, അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇനി ഒന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളുടെ മോടെ ഭാവി നീ നശിപ്പിക്കരുത്. നീ ഇല്ലാതെ എന്റെ മോക്ക് ജീവിക്കാൻ പറ്റില്ല മോനെ. എടോ മനുഷ്യ, നിങ്ങളുടെ മോളെ നിങ്ങളെ പോലെ തന്നെയാ. കള്ളം പറഞ്ഞ് ചതിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാര്യ വേണ്ട. അങ്ങനെ ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ഈ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ? അതെ, ഉറച്ച തീരുമാനം തന്നെയാ. എങ്കിൽ ഇതിന് നീ ദുഃഖിക്കേണ്ടി വരും. വീണ്ടും ഭീഷണിയാ? അതേന്ന് വെച്ചോ. എന്നെ ഭീഷണിപ്പെടുത്താനേ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളേ? എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? എന്റെയോ എന്റെ അച്ഛന്റെയോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു. മതി, ഞാൻ ആദ്യം പറഞ്ഞു തീരട്ടെ. ഞാനൊരു മാന്യനായതുകൊണ്ട് മാത്രം ഈ കാര്യം ഡിവോഴ്സിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ലായിരുന്നു. നാട്ടുകാരെ മുഴുവനും പറ്റിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാ നിങ്ങളുടെ ഈ ഭർത്താവ്. ഇയാളോട് ചോദിച്ചു നോക്ക്, ഇയാൾ ഈ ചെയ്യുന്നതിന്റെയൊക്കെ പ്രത്യാഘാത എന്തായിരിക്കുമെന്ന്. ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചിട്ടാ നിങ്ങൾ നിങ്ങളുടെ മോളുടെ കല്യാണം നടത്തിയത്. അത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ കടയിൽ വന്ന് മോഷണം നടത്തി. അങ്ങനെ ഒരു എന്താ പറയുന്ന കള്ളമാണോ? ആ വീഡിയോ ഉണ്ടല്ലോ, അതിപ്പോഴും എന്റെ ഫോണിലുണ്ട്. ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താലേ ഞങ്ങളുടെ കടയിൽ കയറി മോഷ്ടിച്ചത് ഇയാളാണെന്ന് പറഞ്ഞാ സകല തെളിവോടുകൂടി ഇയാളെ പോലീസ് പൊക്കി അകത്തിടും. എന്താ, ഞാനത് ചെയ്യണോ? വേണ്ട. ഇപ്പൊ ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ടല്ലേ? ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ 10ാം ക്ലാസ്സുകാരിയായി മോളെ MA ലിറ്ററേച്ചർ ആണെന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതേ കള്ളം പറഞ്ഞ അവളെ സ്കൂളിലും ജോലിക്ക് കയറി. ഞാൻ ആ സ്കൂളുകാരെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചാലേ നിങ്ങളുടെ മോളകത്തു പോവും, ഇയാളകത്തു പോവും. ഇത്രയ്ക്കൊക്കെ തെളിവുകൾ നിങ്ങളെപ്പറ്റി എന്റെ കയ്യിൽ ഉണ്ടായിട്ടും എന്ത് ധൈര്യത്തിലാ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേ? മേലാൽ ഇതും പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് വന്നേക്കരുത്. കോടതിയിൽ ഡിവോഴ്സ് കേസ് വിളിക്കുന്ന ദിവസം മര്യാദയ്ക്ക് മോളെ കൂട്ടിക്കൊണ്ട് വന്നോണം. ഈ ബന്ധം വേർപെടുത്തി എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം. എന്നെ എന്റെ വഴിക്ക് വിടണം.